സംസ്ഥാനത്തെ 5 ദേവസ്വം ബോർഡുകളിൽ ഒന്നിലെങ്കിലും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളവരെ പ്രസിഡന്റാക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. തിരുവനന്തപുരത്ത് നടന്ന അയ്യങ്കാളി ജയന്തി ദിനാഘോഷത്തിനിടെ ദേവസ്വം മന്ത്രി K. മുരളീധരനെ വേദിയിലിരുത്തിയാണ് MP ആവശ്യമുന്നയിച്ചത്. നിലവിലെ ഭരണസമിതിക്ക് 1 വർഷത്തെ കാലാവധി കൂടിയുണ്ടെന്നും കൊടിക്കുന്നിലിന്റെ ഒരാവശ്യവും തള്ളിക്കളയാറില്ല എന്നും K. മുരളീധരൻ. അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ച് പട്ടികജാതി വികസന വകുപ്പ് വെള്ളയമ്പലം അയ്യങ്കാളി സ്ക്വയറിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് MP ഇക്കാര്യം ഉന്നയിച്ചത്. 5 ദേവസ്വം ബോർഡുകളിൽ ഒരു ചെയർമാൻ സ്ഥാനമോ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് സ്ഥാനമോ പട്ടികജാതിക്കാരന് കൊടുത്തുകൂടെ എന്നതായിരുന്നു ചോദ്യം. അത് തങ്ങളുടെ അവകാശമാണെന്നും ആരുടെയും ഔദാര്യമല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ 5 ദേവസ്വം ബോർഡിൽ എവിടെയെങ്കിലും ഒരു പ്രസിഡന്റ് സ്ഥാനം, ഒരു ടേമെങ്കിലും എല്ലാ കാലത്തും ഞങ്ങൾ പറയുന്നില്ല. ആ പദവിയിൽ ഇരിക്കാൻ ഞങ്ങൾക്ക് അർഹതയുണ്ട്, അത് പരിഹരിക്കണം. നിലവിലെ ബോർഡുകൾക്ക് 1 വർഷം കാലാവധി ഉണ്ടെന്നും കൊടിക്കുന്നിൽ ഉന്നയിച്ച ആവശ്യം പുതിയ ബോർഡ് രൂപീകരണ വേളയിൽ പരിഗണിക്കുമെന്നും മന്ത്രി K. മുരളീധരൻ വ്യക്തമാക്കി. അതൊരു സീനിയർ നേതാവ് കൂടിയാണല്ലോ, അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിനെ തള്ളാൻ ഗവൺമെന്റിന് കഴിയില്ല. അതായത് നമുക്ക് ആലോചിക്കാം, ഇനി 1 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അച്യുതമേനോൻ സർക്കാരിന്റെ കാലത്ത് വെള്ള ഈച്ചറിനെ ദേവസ്വം വകുപ്പ് മന്ത്രിയാക്കിയതിനു ശേഷം പിണറായി സർക്കാരാണ് തങ്ങളുടെ സമുദായത്തിൽ നിന്നും ഒരാളെ പരിഗണിച്ചതെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. പട്ടികജാതി സമുദായത്തിൽ നിന്നുള്ള MLA-മാരുടെയും MP-മാരുടെയും യോഗം സർക്കാർ അടിയന്തരമായി വിളിച്ചു ചേർത്ത് സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാകണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP ആവശ്യപ്പെട്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.